മതം ഉണ്ടാക്കുന്ന സകല കെടുതികളും യുദ്ധങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെ ലോകത്ത് ഇന്ന് മതത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതിന്റെ കെടുതികൾ അനുഭവിക്കുന്നത് മനുഷ്യരാണ് തീർച്ചയായിട്ടും. പക്ഷെ മതം വിമർശിക്കപ്പെടരുതെന്നും മതം ചോദ്യം ചെയ്യപ്പെടരുതെന്നും മതത്തെക്കുറിച്ച് വല്ലയിടത്തും പറയുമ്പോഴേക്ക് വ്രണപ്പെടുന്ന വികാരമാണെങ്കിൽ അത് വ്രണപ്പെടേണ്ടതാണ്. കാരണം അങ്ങനെ പൊട്ടാൻ പോകുന്ന ഒരു ബോംബായിട്ട് മതം നിൽക്കരുതല്ലോ. വിമർശനാത്മകമായി വിലയിരുത്തുകയും എന്നിട്ട് അതിനെ നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. എന്തോ മതത്തെ വിമർശിച്ചാൽ ആകാശം പിടിഞ്ഞു പോകും എന്ന മാതിരിയുള്ള വർത്തമാനങ്ങളാണ് യഥാർത്ഥത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. മതം വിമർശിക്കപ്പെടണം. നവീകരിച്ചാണ് ഇന്നത്തെ മതം ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ആ നവീകരണം ഇനിയും നടക്കണമെങ്കിൽ നിശ്ചിതമായ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടണം. ഇതൊരു വാക്ക് പറയുമ്പോഴേക്കും പൊട്ടിത്തെറിച്ച് ആളുകൾ ഇറങ്ങിത്തിരിച്ച് ബഹളം ഉണ്ടാക്കുന്ന ആ ഒരു അവസ്ഥാവിശേഷത്തിൽ നിന്ന് ബാക്കിയുള്ളിടത്ത് എല്ലായിടത്തും ജനാധിപത്യം വേണം. രാഷ്ട്രീയത്തിൽ വേണം, മറ്റു കാര്യങ്ങളിലൊക്കെ. മതത്തിൽ ജനാധിപത്യം പാടില്ല. അവിടെ ആരും വിമർശിക്കരുത്. ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാന്ന് ചോദിച്ചാൽ പുരോഹിത സിസ്റ്റമാണ്. ഇസ്ലാമിൽ പറഞ്ഞാൽ പണ്ഡിതന്മാരാണ്. അവരാണ് ഇതിനെ അനുഭവിക്കുന്നത്. ബാക്കിയുള്ളവർ മുഴുവനും ഇതിന്റെ കെടുതികൾ അനുഭവിക്കാനും ഇതിനു വേണ്ടി ചെലവഴിക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനും മാത്രം വിധിക്കപ്പെട്ടവരാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ മതങ്ങൾക്ക് വേണ്ടിയല്ല, മതം മനുഷ്യന് വേണ്ടിയാണ്.